ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നും. ഞാൻ ഒരുപാട് നാളായി ഇങ്ങനെ വാക്ക് മാറ്റി പറയുന്നു. അത് എൻ്റെ കുറ്റം കൊണ്ടല്ല, നമ്മുടെ സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ കുറ്റം കൊണ്ട് തന്നെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് മുതൽ പിങ്ക് കാർഡുകാരുടെ ടൈം തുടങ്ങുകയാണ്. 22-ാം തീയതി മുതൽ ഇന്ന് 22-ാം തീയതി 1-2 നമ്പറിൽ അവസാനിക്കുന്ന പിങ്ക് കാർഡുള്ള ആളുകൾക്ക് റേഷൻ കടയിൽ നിന്ന് കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ റേഷൻ ലഭിക്കും. അത് തുടർന്ന് ഓരോ 2 നമ്പർ, ഇനി നാളെ 3, 4, മറ്റന്നാൾ 5, 6, 7, 8, പിന്നെ 9, 0 ഇങ്ങനെ അവസാനിക്കുന്ന നമ്പർ 26-ാം തീയതിയോടുകൂടി കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ അരി വിതരണം ചെയ്തു തുടങ്ങും. ഒരു വ്യക്തിക്ക് 5 കിലോ വെച്ചാണ് ഇത് ലഭിക്കുന്നത്. അതിനുശേഷമായിരിക്കും കിറ്റ് വിതരണം തുടങ്ങുക. കിറ്റ് ഇന്ന് ഇല്ല, അതാണ് ഒരു സങ്കടകരമായ വാർത്ത. ഇത് രണ്ടും ഒരുമിച്ച് കൊടുക്കും, പിന്നെ തിരക്കൊഴിവാക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു മുമ്പ് കിറ്റ് കൊടുക്കൽ നീട്ടിവെച്ചത്. കിറ്റ് ഇന്നും ഇല്ല എന്നുള്ളൊരു സങ്കടകരമായ കാര്യം കൂടിയും പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും വിഷമം ഉണ്ടാവും ഈ കാര്യങ്ങൾ ഞാനിങ്ങനെ പറയുമ്പോൾ. ഇവൻ എപ്പോൾ വന്നാലും ഇങ്ങനെ ഓരോ ദിവസം മാറ്റി മാറ്റി പറയുക അല്ലേ എന്ന് ചില ആളുകൾക്കൊരു ധാരണയുണ്ടാവും. ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വം എനിക്കല്ല. ഞാൻ ചെയ്യുന്നത് എനിക്ക് കിട്ടുന്ന ഈ ഒരു അപ്ഡേഷനുകൾ ഞാൻ നിങ്ങളെ അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അതിലാർക്കും എന്നോട് ദേഷ്യം തോന്നരുത്. റേഷനുകൾ ഇവരിങ്ങനെ ഡേറ്റ് മാറ്റി പറയുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നത്. അത് എല്ലാവരും മനസ്സിലാക്കുക. അതുപോലെ തന്നെ കിറ്റ് വിതരണം 27-ാം തീയതി പിങ്ക് കാർഡുകാരത് തുടങ്ങി ഈ മാസത്തെ 30 പൂർത്തിയാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ഡേറ്റിൻ്റെ കാര്യമൊന്നുമില്ല, പിന്നെ നമ്പറും ഡേറ്റും ഒന്നുമില്ല. എല്ലാവർക്കും എപ്പോൾ ആണെങ്കിലും ചെന്നിട്ട് വാങ്ങാം. ഇന്നലെയും മിഞ്ഞാന്നുമായിരുന്നു യെല്ലോ കാർഡിൻ്റെ AY എന്ന് പറയുന്ന കാർഡുകാർക്കുള്ള സൗജന്യ റേഷൻ വിതരണം, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ റേഷൻ വിതരണം. അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും അത് വാങ്ങാൻ ബാക്കിയുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ എല്ലാ ദിവസവും ചെന്നാൽ അവർക്ക് വാങ്ങാവുന്നതാണ് എന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. റേഷൻ കടയിൽ പോകുമ്പോൾ മൊബൈൽ ഫോൺ എടുക്കണം. SMS നിർബന്ധമാണ്. SMS വഴി OTP വരും. അങ്ങനെയാണ് ഇത് നമ്മൾ വാങ്ങുന്നത്. കാരണം നാട് വിട്ട് താമസിക്കുന്നവർക്ക് അവിടെയുള്ള റേഷൻ കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു സത്യവാങ്മൂലം നൽകണമായിരുന്നു. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്നലെ ആയിരുന്നു. ഇനി കൊടുക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ അറിയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാകും കരുതുന്നു. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം, എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓണാക്കി വെക്കുക, വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക, നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി. ഞാൻ മറുപടി തരുന്നതായിരിക്കും അറിയാവുന്നതാണെങ്കിൽ. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.